സ്വരാജ് റൗണ്ടിനെ കീഴടക്കി 7 ദേശങ്ങളിൽ നിന്നുള്ള ആവേശമാണ് നമ്മൾ കാണുന്നത്. ഇനി അല്പസമയം കൂടി മാത്രമേ പുലികളി ആവേശം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നടുവിനാൽ ഗണപതിക്ക് നാളികേരം ഉടച്ച് സ്വരാജ് റൗണ്ടിനെ കീഴടക്കിക്കൊണ്ട് 7 ദേശത്തുള്ള പുലികൾ, ഓരോ ദേശത്തും 51 പുലികൾ വീതമാണ് മാറ്റുരയ്ക്കുന്നത്. വരയംപുലിയും ചെമ്പുലിയും കരിമ്പുലിയും കുട്ടിപ്പുലികളും പെൺപുലിയും ഒക്കെ തന്നെ ആവേശ തേരിലേറ്റി തൃശ്ശൂരിനെ, സ്വരാജ് റൗണ്ടിനെ അങ്ങനെ പാരമ്യതയിലേക്ക് ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് ദൃശ്യവിസ്മയങ്ങൾ തീർക്കുകയാണ്. നിശ്ചല ദൃശ്യങ്ങൾ, അതാണ് ഏറ്റവും വൈവിധ്യമാർന്ന നിശ്ചല ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദേശക്കാരും ഓരോ തരത്തിലുള്ള വൈവിധ്യമാർന്ന നിശ്ചല ദൃശ്യങ്ങൾ, സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള നിശ്ചല ദൃശ്യങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. വയനാടുമായി ബന്ധപ്പെട്ട നിശ്ചല ദൃശ്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ സമകാലിക കാഴ്ചകൾ ഒരുക്കുന്ന ദൃശ്യങ്ങൾ, താളവും മേളവും ഇടചേർന്നുള്ള ഭാവങ്ങൾ, ചുവടുവയ്പ്പുകളാണ് തൃശ്ശൂരിന്റെ പുലികളിയെ വൈവിധ്യമാക്കുന്നത്. ഇത്തവണത്തെ പുലികളി ആവേശം അത് പാരമ്യതയിലാണ്. എല്ലാ തവണത്തെയും ചുവടുവയ്പ്പിനേക്കാൾ കൂടുതൽ ചുവടുവയ്പ്പാണ് നമ്മൾ കാണുന്നത്. പുലി ആവേശം, ആവേശം വാനോളം. കുംഭകുലിക്കിയും അങ്ങനെ പുലിക്കുട്ടന്മാർ അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ ആവേശ തിമിർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അക്ഷയാവിക്ക് ചേരുന്നുണ്ട് പൂരനഗരിയിൽ നിന്നും പുലികളി ആവേശം പങ്കുവയ്ക്കാൻ. അക്ഷയ, എങ്ങനെയാണ് ആവേശം അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പുലിക്കുട്ടന്മാരുടെ ശൗര്യം എങ്ങനെ? അക്ഷയ, ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് തന്നെ എത്തുകയാണ്. പുലിക്കുട്ടന്മാരും പുലിക്കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. അവരിതാ, നമ്മൾ ഓരോ ചുവട് വെച്ചപ്പോൾ അടുത്ത ദേശം കടന്നു പോവുകയാണ്. ചക്കാമുക്ക് ദേശം ഇതാ കടന്നു പോവുകയാണ്. അവരുടെ ടാബ്ലോയാണ് കടന്നു പോകുന്നത്. അത് കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ മൊത്തം ജനസാഗരം തന്നെയാണ്. ജനങ്ങളിങ്ങനെ ഒഴുകി എത്തുകയാണ്. ഒരു ദേശം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റോഡ് നിറയുന്നു. വീണ്ടും അവർ മാറിക്കൊടുക്കുന്നു. അടുത്ത ദേശക്കാർ വരുന്നു. ഈ റോഡ് നിറയുന്നു. ആ പുലികൾ ചുവട് വയ്ക്കുന്നു. ആ പുലികൾ കടന്നു പോകുമ്പോഴേക്കും വീണ്ടും ജനസാഗരമാകുന്നു ഈ റോഡ്. ആ കാഴ്ചയാണ് നമ്മൾ ശക്തന്റെ തട്ടകത്തിൽ വടക്കുംനാഥന്റെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വന്ന് ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ചുകൊണ്ട് ഓരോ ദേശവും കടന്നു പോവുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടതിലും മനോഹരമായ കാഴ്ച ഇനിയും വരാനിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത പ്രകാശം നമുക്ക് മുൻപിലേക്ക് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുട്ടാകും തോറും ഈ വർണ്ണാഭമായ പല വിധത്തിലുള്ള, പല വൈവിധ്യത്തിലുള്ള നിറങ്ങൾക്കൊപ്പം പച്ചയും ചുവപ്പും മഞ്ഞയും നീലയും കറുപ്പും വെള്ളയും ഒക്കെ ചേർന്ന നിറങ്ങളിലേക്ക് പ്രകാശം കൂടി പരക്കുമ്പോൾ ആ കാഴ്ച അതിമനോഹരമാവുകയാണ്. അതിന്റെ ഭംഗി നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വർണ്ണവിസ്മയ കാഴ്ചകളാണ് തീർത്തുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ പെരുമയുടെ പെരുങ്കളിയാട്ടം, പുലിയാട്ടം അങ്ങനെ തൃശ്ശൂരിനെ ഈ ദിവസവും വൈവിധ്യമാക്കുന്നു.